ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗ്ലോബൽ വില്ലേജിന് മുന്നിലാണ്. അപ്പോൾ ഞങ്ങൾ എൻട്രൻസ് ഇതാണ്, വേൾഡ് ഓഫ് ദ ഗേറ്റ് ആണ് അതിൻ്റെ പേര്. തന്നെ ഈ ഗ്ലോബൽ വില്ലേജിൽ എന്താ ഉള്ളത്? ഇതാണ് ദ ഗേറ്റ് ഓഫ് ദ വേൾഡ്. അതിൻ്റെ ഉള്ളിൽ കുറേ എല്ലാ കൺട്രീസിൻ്റെയും ഇതുണ്ടാവും, പവിലിയൻ. ഗ്ലോബൽ വില്ലേജിൽ ഓവർ 90 കൺട്രീസിൻ്റെ പവിലിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് വൺസിൻ്റെ ഒക്കെ കാണാം. ഇതാണ് ഗ്ലോബൽ വില്ലേജിന്റെ മെയിൻ എൻട്രൻസ്. ഇതിന്റെ പേരാണ് ദ ഗേറ്റ് ഓഫ് ദ വേൾഡ്. ഇതൊക്കെ റെയിൻബോ കളറിലെ ഫോണ് തോന്നുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇത് ഏതൊക്കെ കൺട്രീസാ പറയും? അത് യൂണിറ്റി സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലേ, അമേരിക്ക. ഇതാ ലണ്ടൻ. ഇത് ചൈന, അത് ഈജിപ്ത് അല്ലേ? അത് ജപ്പാനാ? അത് കണ്ടിട്ട് ജപ്പാനാ തോന്നുന്നു. തൈവാനാണോ? പോയോക്കാം. ഇന്ത്യ ഉണ്ടോ? അതാ താജ്മഹൽ. ഇത് കൺട്രീന്റെ അതെങ്ങനെ എനിക്കറിയാം? ഈഫിൽ ടവർ വലിപ്പല്ലോ. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ ബിൽഡിങ്സും 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ആണ്. ഇനി നമുക്ക് ഓരോ കൺട്രീന്റെ പവിലിയൻക്ക് പോകും. തന്നെ ഇതാണ് ഗ്ലോബൽ വില്ലേജിന്റെ മാപ്പ് അല്ലേ? കടയുടെ മുന്നിൽ എന്തിനാ ഇരിക്കണ്? കുനാഫ ട്രൈ ചെയ്യാൻ. ഓക്കെ. ഇന്നും അമ്മ ജോക്കർണമാരിയാണ്. തനു കുനാഫക്ക് വേണ്ടി നിൽക്കണോ? തനു അവിടെ നോക്കിയാ എന്തോ ഒരു ഡെസേർട്ടിന്റെ ഇടയിൽ എന്തൊരു ബ്ലാക്ക് സാധനം, എന്താ പോയി നോക്കിയാ? എന്താണ്? കടുക്ക, കല്ലുമ്മക്കായ. ഇതൊന്ന് കോവിഡ് കാലോ, ഈ എന്തിനാ മാസ്ക് ഇടണേ? മാസ്കും താത്തി തന്നെ ഒന്ന് കാണട്ടെ. കുനാഫ ഇപ്പൊ കിട്ടുമോ? ചൂടുണ്ടാവും. പൊള്ളി ഏനുണ്ട്. നമുക്ക് ആദ്യം തുർക്കിയിലെ പവലിയൻ ഒന്ന് പോയി നോക്കാം. പാപ്പന്റെ ഫേവറേറ്റ് കൺട്രി തുർക്കിയാണ്, അതുകൊണ്ട് നമ്മൾ തുർക്കിക്കാണ് ആദ്യം പോണത്. ആ അവിടെ എല്ലാരും ഒച്ച ഇടുന്നു, ഡാൻസ് കളിക്കണം. വൈബാണ്, ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലേ? ഇവിടുത്തെ ടർക്കിഷ് ഏരിയയിലെ ആളുകളൊക്കെ ഭയങ്കര വൈബാണല്ലേ മിനു? എല്ലാരും ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് വിൽക്കുന്നത് സാധനങ്ങൾ. ഇതാണ് തുർക്കിഷ് ഡെസേർട്സ്. ടർക്കിഷ് പൊട്ടാറ്റോ എനിക്ക് കഴിക്കണം വേണ്ട. ഇതാണ് പാകിസ്ഥാന്റെ പവിലിയൻ. ഈ ഒച്ച കേൾക്കണ ഈ താടിമാമ കുട്ടനാണ്. താടിമാമ പോലി. ഈ സ്ഥലത്ത് ഞങ്ങളൊരു തുർക്കിഷ് റോള് വാങ്ങാൻ എന്ന് വിചാരിച്ചു. ഇതാണ് UAE പവിലിയൻ. ഇവിടെ ഒരു ലേഡി ബോസ്നിയന്റെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടുണ്ട് ഈ സ്റ്റാളിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതൊരു എമറാത്തി സ്റ്റാളാണ്. ഇവിടെ ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ദീദി ഇത് ലുക്കൈമത്താ ഉണ്ടാക്കണേ. ഈ റെസ്റ്റോറന്റിന്റെ നടുവിലൊക്കെ ഇങ്ങനെ മജ്ലിസായി ഇരിക്കാന് തിന്നാനൊക്കെ വേണ്ടി അങ്ങനെ സ്ഥലങ്ങള് വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? മെയിൻ സ്റ്റേജിൽ എന്തോ ഡാൻസ് എന്തോണ്ട്. അനക്കങ്ങനെ ചാടി കളിക്കാൻ പറ്റുമോ?
ഗ്ലോബൽ വില്ലേജിന്റെ മെയിൻ സ്റ്റേജ്. ഈ റോഡ് ഓഫ് ഏഷ്യ പല ഏഷ്യൻ കൺട്രീസിനും കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ്. പിന്നെ ഞങ്ങൾ ജാപ്പനീസ് ഡെസേർട്ട് മോച്ചി ട്രൈ ചെയ്യാൻ തനുകൂടെ How much? 21. Cash? Yes, 21. I will 21 rupees. അപ്പൊ ഗായ്സ് ഇനി അമേരിക്കയുടെ പവലിയനാണ്. ഇത് ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലുള്ള മിനി പാർക്കാണ്. ഇതാണ് ചൈനന്റെ പവിലിയൻ. ഇത് കുറച്ച് ചൈനീസ് ട്രഡീഷണൽ ഡാൻസ് ചെയ്യണതാണ്. Hello, yes please. Chestnut pork, Castanadora, yes please. ഇതൊക്കെയാണ് 30 Chestnut pork, Castanadora, yes please. നോക്കണോക്കി. No, this one. അപ്പൊ ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയുന്നുണ്ട്. മധുരക്കിഴങ്ങിന്റെ പോലെ. ആൾക്ക് രണ്ട് ടേസ്റ്റ്. പിന്നെ ഈ സൈഡിൽ കുറെ അറേബ്യൻ കൺട്രീസിന്റെ പവിലിയൻസ് ഉണ്ട്. ഈ കാണാനാണ് ഇന്ത്യന്റെ പവിലിയൻ. ഇതെന്തായി കുടിച്ചേ? സ്വീറ്റ് ലസ്സി. രസമുണ്ടാ? എവിടുന്നാ കുടിച്ചേ? ഇന്ത്യൻ ഇന്ത്യൻ പവിലിയൻ. ഇതെന്താ? ഇതാണ് പഞ്ചാബി സമൂസ. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയും. ടേസ്റ്റ് ഉണ്ടോ? വല്ല ലസ്സി കുടിച്ചിട്ടോ അഭിപ്രായം ഉണ്ട്? വൺ ഓഫ് ദ ബെസ്റ്റ് പവലിയനാണ്. ബെസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് പവലിയൻ ഇന്ത്യൻ്റെ. ഈ സൈഡിലുള്ള ഇന്ത്യൻ ചാട്ട് ബസാർ പറഞ്ഞാണ്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് ഞങ്ങള് സൗദീൻ്റെ പവിലിയൻ പോയപ്പോൾ ഒരു അറബി പാടണ് ഞങ്ങൾ കേട്ടതാണ്. ഇതാണ് ഈജിപ്തിൻ്റെ പവിലിയൻ. ഈ ഡ്രാഗന്റെ അപ്പുറത്ത് കാണുന്ന കടകളാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വിൽക്കുന്നതൊക്കെ സീ ഫുഡ്സ് ആണ് മെയിൻലി. അപ്പോൾ ഗൈസ് ഞങ്ങൾ 3 മണിക്കൂർ ഗ്ലോബൽ വില്ലേജിൽ നിന്നാണ് ഞങ്ങൾ 70% കവർ ചെയ്തു. നിങ്ങൾ ദുബായിക്ക് വരികയാണെങ്കിൽ ഗ്ലോബൽ വില്ലേജ് മസ്റ്റാണ് വിസിറ്റ്. ഇവിടെ വേറെ വൈബാണ്. വേറെ കൺട്രീസിൻ്റെ ഫുഡ് കൾച്ചർ എല്ലാം കാണാം. അപ്പോൾ ഇഷ്ടമായോ? അപ്പൊ നാളെ നമ്മള് ഓക്കെ ഗ്രാൻഡ് മോസ്കിലൊക്കെ പോവാം നാളെ. ഗ്രാൻഡ് മോസ്ക് ലിസ്റ്റാണ്. ലിസ്റ്റാണ്. ഗ്രാൻഡ് മോസ്കും ഫെറാറി